കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് 25 വർഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ ചരിത്രം കൂടിയാണ് എഴുതപ്പെടുന്നത്. കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ 9 കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇത്ര സുഗമമായി നടത്താൻ കഴിയുമായിരുന്നില്ല. സംസ്ഥാനത്ത് തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കേരള സംസ്ഥാനത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള നിരവധിയായുള്ള പദ്ധതികൾ തുടങ്ങാനും അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് നമ്മുടെ റോഡുകൾ. ആഗ്രഹിച്ച വികസനമാണ് നടന്നിട്ടുള്ളത്. കേരള സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും. വലിയ പദ്ധതികൾ മാത്രമല്ല, ഓരോ പ്രദേശത്തിനും നിയോജക മണ്ഡലങ്ങൾക്കും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ പദ്ധതികളുണ്ട്. മറ്റു വകുപ്പുകളിലെന്ന പോലെ കിഫ്ബിയുടെ കരുത്തിൽ കേരളത്തിന്റെ കായിക മേഖലയും കായിക അടിസ്ഥാന സൗകര്യ വികസനവും സാധ്യമാക്കി വികസനത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുകയാണ്. ലഹരി, അമിതമായ ഓൺലൈൻ ഉപയോഗം എന്നിവയുണ്ടാക്കുന്ന വിപത്തുകളിൽ നിന്ന് കുട്ടികളെയും യുവാക്കളെയും മോചിപ്പിക്കാനുള്ള പ്രധാന മാർഗമായി കൂടിയാണ് സർക്കാർ കായിക മേഖലയെ കാണുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലമെങ്കിലും വികസിപ്പിക്കുക എന്ന ആശയം നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിന് കിഫ്ബി വഴി 1200 കോടി രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പതിനാല് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും 8 സ്റ്റേഡിയങ്ങളിൽ സിന്തറ്റിക് ട്രാക്കും 5 ഇൻഡോർ സ്റ്റേഡിയങ്ങളും പൂർത്തിയാക്കിയതും തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയതുമെല്ലാം ഇതിൽ ചിലത് മാത്രം. മത്സര ഇനങ്ങൾ മാത്രമല്ല, പൊതു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ ഏർപ്പെടുക എന്ന സർക്കാർ നയസമീപനം അന്വർത്ഥമാക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് കായിക മേഖലയിൽ കിഫ്ബിയിലൂടെ സാധ്യമാക്കുന്നത്. കായിക മേഖലയിലെ 58 പദ്ധതികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1000 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. അവയിൽ 12 പദ്ധതികൾ പൂർത്തിയായെന്ന് മാത്രമല്ല, 18 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കൂടാതെ 11 പ്രവൃത്തികളുടെ DPR തയ്യാറാക്കി അംഗീകാരത്തിനായി കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. 10 ജില്ലാ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചതിൽ 2 എണ്ണം പൂർത്തിയായി. 2016-17 പുതുക്കിയ ബജറ്റ് പ്രസംഗത്തിൽ 14 ജില്ലകളിൽ ഓരോ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 500 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് നീക്കിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് കേരളത്തിലുണ്ടായിരുന്ന കായിക അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കുറവ് പരിഹരിക്കാനായത് കിഫ്ബി ധനസഹായത്തിലാണ്. ഇവിടെ സാധാരണഗതിയിൽ പദ്ധതികൾ രൂപീകരിക്കുക എന്നതിലപ്പുറം പദ്ധതികൾ
രൂപീകരിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കിഫ്ബിയിലൂടെ നമ്മൾ ചെയ്തത്. കേരളത്തിൽ പദ്ധതികൾ സാധാരണഗതിയായി രൂപീകരിക്കുക എന്നതായിരുന്നു. പൂർത്തീകരണത്തിന് അടുത്ത ഒരു ഗവൺമെൻറ് വരുമ്പോഴാണ് നടക്കാറ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമേഖലയിലും കൃഷിയിലും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ തന്നെ ഇത് പ്രകടനമാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ്. തിരുവനന്തപുരം ജില്ല ഇടവ തോമസ് സെബാസ്റ്റ്യൻ ഇൻഡോർ സ്റ്റേഡിയം, കൊല്ലം ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം, പത്തനംതിട്ട ബ്ലസൻ ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, ആലപ്പുഴ ഉദയകുമാർ ഇൻഡോർ സ്റ്റേഡിയം, എറണാകുളം ഒളിമ്പ്യൻ ചന്ദ്രശേഖർ ഇൻഡോർ സ്റ്റേഡിയം, ഇടുക്കി KP തോമസ് ഇൻഡോർ സ്റ്റേഡിയം, തൃശൂർ IM വിജയൻ ഇൻഡോർ സ്റ്റേഡിയം, മലപ്പുറം P മൊയ്തീൻകുട്ടി ഇൻഡോർ സ്റ്റേഡിയം, വയനാട് CK ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം, കണ്ണൂർ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, കാസർഗോഡ് MRC കൃഷ്ണൻ ഇൻഡോർ സ്റ്റേഡിയം എന്നീ ജില്ലാ സ്റ്റേഡിയങ്ങൾക്ക് കിഫ്ബി ധനാനുമതി നൽകിയിട്ടുണ്ട്. മികവുറ്റ കായിക താരങ്ങൾ ഉദയം ചെയ്യുന്ന വയനാട് പോലുള്ള ജില്ലകളിൽ കായിക അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പരിമിതി നേരിട്ടിരുന്നു. കിഫ്ബി ഫണ്ടിന്റെ സഹായത്തോടെയാണ് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞത്. 2 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളാണ് വയനാട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അത്ലറ്റുകളെ മികവുറ്റ രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഔട്ട്ഡോർ സ്റ്റേഡിയവും ഒരു ഇൻഡോർ സ്റ്റേഡിയവുമാണ് ഇവിടെ സജ്ജമായത്. ബാഡ്മിന്റൺ ഉൾപ്പെടെ എല്ലാ കോർട്ടുകളിലുമുള്ള സ്വിമ്മിംഗ് പൂൾ അടക്കം മറ്റ് സൗകര്യങ്ങളുമുള്ള CK ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 99% പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ കൊല്ലം ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം, ഇടുക്കി KP തോമസ് ഇൻഡോർ സ്റ്റേഡിയം, കാസർഗോഡ് MRC കൃഷ്ണൻ ഇൻഡോർ സ്റ്റേഡിയം, തൃശൂർ IM വിജയൻ ഇൻഡോർ സ്റ്റേഡിയം എന്നിവ ഈ വർഷം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് നിർമ്മാണം പുരോഗമിച്ചു വരുന്നു.
എന്തുകൊണ്ടും ഒരു ജനത ആഗ്രഹിക്കുന്ന വലിയ മാറ്റമാണ് സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ളത്. ഈ 9 വർഷം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇന്നേ വരെ കാണാത്ത നിരവധി പുതിയ പുതിയ പദ്ധതികൾ അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബിയിലൂടെ നടന്ന ഈ പ്രവൃത്തികൾ എന്നും നമുക്ക് അഭിമാനത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ സംസ്ഥാനം ഇന്ന് രാജ്യത്ത് തന്നെ 1-ാം സ്ഥാനത്തെത്തുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ തന്നെയുള്ള ഇടപെടലായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഭരണ നേതൃത്വവും ഒന്നിച്ചാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. മിനി സ്റ്റേഡിയങ്ങൾ സംസ്ഥാനത്ത് നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് കോങ്ങാട് പറളി സ്കൂൾ സ്റ്റേഡിയം, കോഴിക്കോട് പേരാമ്പ്ര മേപ്പയൂർ സ്കൂൾ സ്റ്റേഡിയം, കോഴിക്കോട് വടകര ഇൻഡോർ സ്റ്റേഡിയം, കൊല്ലം പുനലൂർ ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പ്രീതികുളങ്ങര സ്കൂൾ സ്റ്റേഡിയത്തിന് 4.5 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടായി അനുവദിച്ചത്. സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ ടർഫ്, മൾട്ടിപർപ്പസ് കോർട്ട് എന്നിവ അടങ്ങുന്ന പദ്ധതി പൂർത്തിയായതും വലിയ നേട്ടമാണ്. 10.74 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് അനുവദിച്ച ആലപ്പുഴ അമ്പലപ്പുഴയിലെ സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ ടർഫ്, ഗ്യാലറി ബിൽഡിംഗ് എന്നിവ അടങ്ങുന്ന EMS സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 70% പൂർത്തീകരിച്ചു. ഇടുക്കി ഉടുമ്പൻചോല നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയം, കണ്ണൂർ കൂത്തുപറമ്പ് സ്റ്റേഡിയം, ധർമ്മടം അബു ചാത്തുക്കുട്ടി സ്റ്റേഡിയം, തലശ്ശേരി VR കൃഷ്ണയ്യർ സ്റ്റേഡിയം, കാസർഗോഡ് നീലേശ്വരം EMS സ്റ്റേഡിയം, കോഴിക്കോട് നടുവണ്ണൂർ വോളിബോൾ അക്കാദമി തുടങ്ങിയവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കാസർഗോഡ് MRC കൃഷ്ണൻ മെമ്മോറിയൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. തിരുവനന്തപുരം മേനംകുളത്ത് വിവിധ കായിക ഇനങ്ങൾ സംഘടിപ്പിക്കാവുന്ന സ്പോർട്സ് സർക്കിറ്റിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. കോഴിക്കോട് തിരുവമ്പാടി സ്പോർട്സ് പ്രൊജക്ട് പദ്ധതിയുടെ 35% പ്രവൃത്തി പൂർത്തിയാക്കുകയും ബാക്കി പുരോഗമിച്ചു വരികയും ചെയ്യുന്നു. നിലമ്പൂർ മിനി സ്റ്റേഡിയത്തിന്റെ പകുതി പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. താനൂർ സ്റ്റേഡിയം കോംപ്ലക്സ് പദ്ധതി, തവന്നൂർ എടപ്പാൾ GHSS മിനി സ്റ്റേഡിയം കോംപ്ലക്സ് പദ്ധതി, പാലക്കാട് തൃത്താല ചാത്തന്നൂർ ഹൈസ്കൂളിൽ നാച്ചുറൽ ഫുട്ബോൾ ടർഫും 8 ലാൻഡ് സിന്തറ്റിക് ട്രാക്കും നിർമ്മിക്കുന്ന പദ്ധതി, പറളി സ്പോർട്സ് പ്രൊജക്ട് പദ്ധതി എന്നിവ പൂർത്തിയായി. ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതിയുടെ ഫുട്ബോൾ ടർഫ് പ്രവൃത്തിയുടെ 50% പൂർത്തീകരിച്ചു. കൂടാതെ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് 14.55 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പത്തനംതിട്ട കൊടുമൺ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തിരുവല്ല ബ്ലസൻ ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവും നടന്നുവരുന്നു. അടൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് 9.69 കോടി രൂപയുടെ കിഫ്ബി ധനസഹായം അനുവദിച്ചിട്ടുണ്ടെന്നതും പ്രസക്തമാണ്. കിഫ്ബി എന്ന യാഥാർത്ഥ്യം
അംഗീകരിക്കാൻ പലർക്കും വിഷമമുണ്ട്. ഒരു കാലത്ത് കിഫ്ബിയെ എതിർത്ത പലരും ഇന്ന് കിഫ്ബി ഫണ്ടിന് വേണ്ടി ധനകാര്യ വകുപ്പിൽ കയറി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ രീതിയിൽ ആക്ഷേപമാണ് കിഫ്ബിക്കെതിരായി ആദ്യകാലങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരുള്ള മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് വലിയ തോതിൽ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെൻറ് കഴിഞ്ഞു. പലപ്പോഴും UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ MLA-മാരുള്ള മണ്ഡലങ്ങളിൽ വികസന പദ്ധതികൾ അനുവദിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നിലായിട്ടുണ്ട്. പലപ്പോഴും ഇടതുപക്ഷ MLA-മാർ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾക്ക് അവരുടെ നേതാക്കളെ വീട്ടിൽ പോയി കാണേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സംഭവിച്ചത്. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുള്ളത്. ഇതുതന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കിഫ്ബിയിലൂടെ നേടിയ വലിയ നേട്ടങ്ങൾ പുതിയ തലമുറയ്ക്ക് എന്നും അനുഗ്രഹമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കിഫ്ബിയെ എതിർത്തവർക്ക്, കിഫ്ബിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കൊക്കെ തന്നെ ഒരു പാഠമായി കിഫ്ബി മോഡൽ വികസനം എന്നും നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. താനൂരിൽ 700 കോടിയോളം രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രമായി കിഫ്ബിയിലൂടെ ചെലവഴിച്ചത്. ആശുപത്രികൾ, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ, കോളേജുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. തെയ്യാല റെയിൽവേ മേൽപ്പാലം, അങ്ങാടിപ്പാലം, തീരദേശ പാതകൾ, തിരൂർ പൂരപ്പുഴ റോഡ്, ചെറിയമുണ്ടം ഗവൺമെന്റ് HSS തുടങ്ങി നാട് സ്വപ്നം കണ്ടിരുന്ന നിരവധി പദ്ധതികളാണ് കിഫ്ബിയിലൂടെ താനൂരിൽ സാധ്യമായത്. എൻ്റെ നിയോജക മണ്ഡലമായ താനൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായി ആ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത, പണത്തിൻ്റെ കുറവ് മൂലം നടപ്പിലാക്കാൻ കഴിയാത്ത ധാരാളം പദ്ധതികൾ അവിടെ നടന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല റോഡുകൾ ഇന്ന് താനൂർ നിയോജക മണ്ഡലത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം എടുത്ത് പരിശോധിച്ചാൽ താനൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ വിദ്യാലയങ്ങൾക്കും ആവശ്യമായ അത്ര പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള വിദ്യാലയങ്ങളിൽ ദേവദാറിന് മാത്രം 21 കോടി രൂപയാണ് കിഫ്ബി മുഖാന്തരം അനുവദിക്കുകയും കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. സഹായം കൊണ്ട് മാത്രമാണ് നാട് സ്വപ്നം കണ്ടിരുന്ന സൗകര്യങ്ങളെല്ലാം താനൂരിൽ സാധ്യമായത്. കായിക മേഖലയിലും കേരള മാതൃക സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിന് കരുത്താവുകയാണ് കിഫ്ബി. കിഫ്ബിയുടെ വികസന ട്രാക്കിൽ അതിവേഗം വികസന കുതിപ്പ് തുടരുകയാണ് കേരളം.